പഴയകാലത്തിന്റെ ഭയവും അത്ഭുതവും ചേർന്നൊരു കഥ. പള്ളിക്കടവിലെ വിളക്ക്. പഴയ കാലത്ത് ഒരു ചെറു ഗ്രാമമുണ്ടായിരുന്നു. പള്ളിക്കടവ് എന്നാണ് വിളിച്ചത്. ആ ഗ്രാമത്തിൽ ആരും രാത്രിയിൽ കടവിന് സമീപം പോകാറില്ല. കാരണം അന്നേരം നദിയുടെ നടുവിൽ ഒരൊറ്റ വിളക്ക് തെളിഞ്ഞു നിൽക്കും. പക്ഷേ ആ വിളക്ക് ആരാണ് വെച്ചത് എന്നാരും അറിയില്ല. മുത്തശ്ശി പറയും, ആ വിളക്ക് നോക്കിയാൽ ആ ആളെ വിളിച്ചു കൊണ്ടുപോകും. ഒരിക്കൽ രാമൻ എന്ന പയ്യൻ ഇത് പറഞ്ഞ് ചിരിച്ചു. വിളക്ക് കണ്ടാൽ കൊണ്ടുപോകും, അപ്പോ ഞാൻ പോയി നോക്കാം. ആ രാത്രി രാമൻ വിളക്ക് പിടിച്ച് കടവിലേക്ക് നടന്നു. നദി പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ വെള്ളിത്തിളക്കം മിന്നിച്ചു. അവൻ കരയിൽ നിന്ന് നോക്കിയപ്പോൾ ശരിക്കും വെള്ളത്തിനടിയിൽ ഒരു വിളക്ക് കുലുങ്ങുന്നുണ്ടായിരുന്നു. അവൻ ചിരിച്ചു. മുത്തശ്ശി പറഞ്ഞ പഴയ കഥകളെല്ലാം വെറും ഭയപ്പാട് മാത്രമാണ്. പക്ഷേ വിളക്ക് കുറുകെ നീങ്ങി. അവനെ നേരെ നോക്കി. തെളിഞ്ഞു തുടങ്ങി. വെള്ളം ചെറുതായി ചലിച്ചു. അവൻ അടുക്കുമ്പോൾ അത് നദിക്ക് നടുവിലേക്ക് നീങ്ങി. അവൻ പിന്നെയും മുന്നോട്ട് ചെന്നു. അപ്പോഴാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു കൈ ഉയർന്നു വന്നത്. തണുത്ത നീലൻ വിരലുകൾ അവൻ്റെ കാൽ പിടിച്ചു. രാമൻ നിലവിളിച്ചു. ഗ്രാമക്കാർ ഓടി വന്നപ്പോൾ ശാന്തമായിരുന്നു. വിളക്കില്ല, രാമനുമില്ല. അടുത്ത രാവിൽ ആ നദിയുടെ നടുവിൽ വീണ്ടും വിളക്ക് തെളിഞ്ഞു. അന്നു മുതൽ ഗ്രാമത്തിൽ ആരും കടവിലൂടെ രാത്രി കടന്നുപോയിട്ടില്ല. മുത്തശ്ശി എന്നും പറയും, ആ വിളക്ക് കാണുന്നവൻ ഇനി വീട്ടിലേക്ക് മടങ്ങാറില്ല. ചിലരിന്നും പറയുന്നു, മഴയുള്ള രാത്രികളിൽ പള്ളക്കടവിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളത്തിനടിയിൽ ഒരു തിളക്കം കാണാമെന്ന്.